കുട്ടികൾക്കൊക്കെ സാധാരണ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നൂഡിൽസിന്റെ ഒരു പീസ് ഇതിന്റെ അകത്തേക്ക് ഇടുക കേട്ടോ. അതുകൂടാതെ ഇത് നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഇത് മുഴുവൻ ഇടേണ്ടി വരില്ല, ഒരു കാൽഭാഗം ഇതിനകത്തേക്ക് ഇടാം. ഇതിന്റെ കളർ ചേഞ്ച് ആയിരുന്നു അല്ലേ, ഒരുപാട് ചേഞ്ച് ആയി. കാരണം ഇതാണ് ശരിക്കും യഥാർത്ഥ കളറ്. പക്ഷേ ഈ കെമിക്കലിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സാധാരണ ഇതേപോലുള്ള കെമിക്കൽ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്ന എന്തിനാണ്? ഈ കെമിക്കൽ നമ്മുടെ ബോഡിയിലുള്ളത് അതൊന്ന് റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ടു. ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല എന്നുള്ള സത്യം. അപ്പൊ നമ്മുടെ ഉള്ളിലെ കെമിക്കൽ പോലെ കുടിക്കുന്ന വെള്ളം അതിന് യാതൊരു തരത്തിൽ എഫക്ട് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ശരിയല്ലേ? അത് എന്ത് വേണം? പവർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആന്റിയോക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളിൽ ചെന്നെങ്കിൽ മാത്രമേ ഈ ടോക്സിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെയാണ് ഒരു ചേഞ്ചസ് ഈ വെള്ളത്തിൽ വരുത്താൻ സാധിച്ചില്ല. അപ്പോ എത്ര മണിക്കൂർ ഇട്ടാലും ഇതിലൊരു ചേഞ്ചസും വരാൻ പോകുന്നില്ല. ആ വെള്ളം അതിനകത്ത് മുട്ടി നിൽക്കുന്നു എന്നല്ലാതെ ഒരു ചേഞ്ചസും വരുന്നില്ല. എന്നാൽ നമ്മുടെ ഫ്ലൈവെല്ലിന്റെ പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് കലക്കിയിരുന്നത്. അതിലേക്ക് നമ്മൾ ഇടുമ്പോൾ ഇതിനകത്ത് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. ഓൾറെഡി നമ്മുടെ ഇതിൽ അടങ്ങിയിട്ടുള്ള 29 ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് ഇവിടെ കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഉണ്ടായിരുന്നതിന്റെ കളറ് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെള്ളത്തിൽ കലപ്പിക്കാൻ മാറാഞ്ഞ ആ ടോക്സിൻ ഇതിനകത്തേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന്റെ കളറ് അറിയാം, ഒരു മഞ്ഞ കളറായിരുന്നു, ആ കളറിനെ ചേഞ്ച് ആക്കി. എന്താ കാര്യം? ഇതിൽ പ്രിസർവേറ്റീവ് ഉണ്ട്, ചീത്തയാകാതിരിക്കാൻ. അതൊരു കെമിക്കലാണ്. ആ കെമിക്കലിനെ വരെ ഇത് ഒഴിവാക്കി എന്നുള്ളതാണ് സാർ. അപ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടോക്സിൻ റിമൂവ് ചെയ്യുന്ന ഒരു ആന്റിയോക്സിഡന്റ് പ്രോപ്പർട്ടി നമ്മുടെ ബോഡിയിൽ കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. എത്ര വലിയ ടോക്സിൻ ആണെങ്കിലും നമ്മളറിയാതെ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ക്യാൻസർ കോശങ്ങൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് കഴിക്കുന്ന ഒരാൾക്ക് അത് റിമൂവ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഒരു പക്ഷേ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. ഹെൽത്ത്, ഇന്റേണൽ ഹെൽത്ത് സൂപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇത് ഒഴിച്ചേക്കുന്നത് നേരെ ഈ ടോക്സിൻ കലക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ഒഴിക്കുകയുണ്ടോ. മാരകമായിട്ടുള്ള വിഷമാണത്. ആ വിഷത്തിലേക്ക് നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോൾ വരുന്നത് നോക്കിയേ. സെഡിമെന്റ്സ് പുറത്തു പോയിട്ടില്ല. പക്ഷെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? അത് യൂറിനിലൂടെയും മോഷനിലൂടെയും പുറത്തു കളയുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ കൊച്ചു മീറ്റിങ്ങുകളിൽ ഈ ഒരു കാര്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇതിനകത്ത് അടങ്ങിയിരിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ല. ഇത് വലിയ രീതിയിൽ ആളുകളെ ഇമ്പാക്ട് ചെയ്യും. നമ്മൾ പറയും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരാളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാലും സാധാരണക്കാരെ വീടും എല്ലാം പണയം വെച്ചിട്ടാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മശക്തി ഉദ്ദേശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവരെല്ലാവരും അവരുടെ മൈൻഡ് സെറ്റ്